നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാറില്ല എന്നത് വാസ്തവമാണ്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഇതിന് എതിര് നിൽക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ തീർച്ചയായും ചില കാര്യങ്ങൾ വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മനസ്സിൽ പല വിധത്തിലും ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ജീവിതത്തിൽ ഒരു തടസ്സങ്ങൾ അനുഭവിച്ചു പോരുന്നു എന്നതും വാസ്തവമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾക്ക് അറിയേണ്ടതായ ചില കാര്യങ്ങൾ തന്നെയാണ് ഈ 2 ചിത്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം പൂച്ചയുടെ ചിത്രമാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം പൂച്ചയും കുട്ടികളുമായുള്ള ചിത്രമാണ്. ഈ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ ഇപ്പോൾ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കി പതുക്കെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിലെ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ടതാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അത്രമേൽ അലട്ടുന്നതായ ആ പ്രശ്നം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. മുന്നോട്ട് നല്ല കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, ശുഭത്വം നിറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ പതുക്കെ നിങ്ങൾ കണ്ണുകൾ തുറക്കുക. ആ പ്രാർത്ഥനയോടെ തന്നെ കണ്ണുകൾ തുറക്കണം. ശേഷം നിങ്ങൾ കാണുന്നതായ കാര്യങ്ങളിൽ ഈ 2 ചിത്രങ്ങളിൽ ഏത് ചിത്രമാണോ നിങ്ങൾക്ക് കൂടുതൽ ആകർഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ വല്ലാതെ ആകർഷിച്ച ചിത്രമോ അല്ലെങ്കിൽ ആദ്യം കാണുന്ന ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഇപ്രകാരം ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏവരും ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട്, ആ വിഷമങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയാണോ, ഏത് ദേവതയാണോ, ആ ദേവതയുടെ നാമം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രമായ പൂച്ചയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കമന്റായി കണ്ടു. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല വിധത്തിലും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, പലർക്കും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അവരിൽ നിന്നും വളരെയധികം ഫലപ്രദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സാധാരണ എപ്രകാരമാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ പെരുമാറുന്നവർ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ പലവിധ ചോദ്യങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കുന്നില്ല.
എന്ത് ചെയ്യണം, എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, ആശയക്കുഴപ്പങ്ങൾ മനസ്സിൽ വളരെയധികം നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യം, ചില കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം വീണ്ടും അതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതായ സാഹചര്യം, ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം, ചിന്തിച്ച് കാട് കയറുക എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾ, പങ്കാളി, ഇത്തരത്തിൽ ആരെങ്കിലുമായി ബന്ധപ്പെട്ട ചിന്തകൾ വളരെയധികം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് ഉറങ്ങുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളെ മാത്രം എന്തുകൊണ്ട് ഇപ്രകാരം വിഷമങ്ങൾ നൽകുന്നു, ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് നൽകുന്നു എന്നൊരു ചിന്ത പോലും നിങ്ങൾക്ക് ഉണ്ട് എന്നത് വാസ്തവമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമായ നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്രമേൽ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പരീക്ഷണങ്ങൾ അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പലർക്കും പല വിധത്തിലും സഹായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം ചേർത്ത് നിർത്തുകയോ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി സഹായങ്ങൾ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുള്ള, സഹായങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഇവരാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പോലും നിങ്ങളെ മനസ്സിലാക്കാത്ത സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും ഓടുന്ന വ്യക്തികളായി നിങ്ങളെ കണക്കാക്കുന്നു. അതായത് ആർക്കൊരു പ്രശ്നമുണ്ട് എങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പുറകിൽ ഓടുന്ന വ്യക്തികളായി നിങ്ങളെ പരാമർശിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ആഗ്രഹിക്കുന്ന പലരും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് തെറ്റായ ചിന്തയാണ് എന്ന് നിങ്ങൾ ഈ സമയം മനസ്സിലാക്കിയ സാഹചര്യമുണ്ട്. അത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എല്ലാവരും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. പലരും പല കാര്യങ്ങളും ഒളിക്കുന്നു എന്നൊരു വിഷമവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും അവർ തുറന്ന് പ്രകടിപ്പിക്കാത്തത് നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. വളരെ കാലമായി അകന്നു നിൽക്കുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിഷമതകളുണ്ട് എന്നത് വാസ്തവമാണ്. ചില വ്യക്തികളോട് സംസാരിക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിലും പലരും അത് തയ്യാറാകാത്തതായ സാഹചര്യമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും അത് തടസ്സപ്പെടുന്നു എന്നും അർത്ഥമാക്കാം. പല കാര്യങ്ങളും മറ്റുള്ളവരോട് പൂർണ്ണമായും നിങ്ങൾക്ക് പറയുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ദൈവിക കാര്യങ്ങളോട് വളരെയധികം താല്പര്യം എപ്പോഴും തോന്നിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലുള്ള കാര്യങ്ങൾ സാധ്യമാകാവുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുവാൻ പ്രാർത്ഥനയുടെ മാർഗം അല്ലെങ്കിൽ നാമജപം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടരുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ പല കാര്യങ്ങളിലും വളരെയധികം പ്രതീക്ഷ വച്ച് പുലർത്തി അവസാനം നിരാശരായി തീരുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്.
അതും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരിഗണന പലരും നിങ്ങൾക്ക് തരുന്നില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് പല കാര്യങ്ങളിലും ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ബന്ധങ്ങൾ പലപ്പോഴും ശാശ്വതമല്ല. മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതത്തിലുള്ള അവസ്ഥയും ശാശ്വതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞുകൊണ്ട് വരും എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾക്കും ഒരു മാറ്റം അനുഭവവേദ്യമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്ന പോലെ തന്നെ സന്തോഷകരമായ ചില വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചെറിയ കാര്യമാണ് എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വളരെ ഗുണകരമായി തീരാം. ഈ സമയം വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെ കാലങ്ങളായി ഉണ്ടായിരുന്ന ആശങ്കകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ, ധനപരമായ ഉയർച്ചകൾ, അത്തരം കാര്യങ്ങളല്ല വന്നു ചേരുക. അതായത് ധനം വളരെയധികം വന്നു ചേരും എന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കാം. അതൊരു വ്യക്തിയുടെ സന്ദേശമോ കോളോ അത്തരം ചില കാര്യങ്ങളാകാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാകാം. മനസ്സിനെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം സിദ്ധിക്കുന്ന സാഹചര്യവുമാകാം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമാകാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈ സമയം ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാം എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം വളരെയധികം സൂചനകൾ നിങ്ങളുടെ ദൈവാംശമായ ആത്മാവ് നൽകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് പറയുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾ തീർച്ചയായും സ്വീകരിച്ച് തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോയിരിക്കാം എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾക്കായുള്ള കാത്തിരിപ്പ് അത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം ആ കാത്തിരിപ്പ് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ചിന്തകൾ, പ്രത്യേകിച്ചും അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് പോലും ആകാം എന്നതാണ് വാസ്തവം. അത്തരത്തിൽ പല ചോദ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് ആസൂത്രണം ചെയ്തതും ചിലത് അപ്രതീക്ഷിതമായും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങൾ നടന്നില്ല എന്നത് വാസ്തവമാണ്. അതായത് വളരെയധികം പ്രതീക്ഷ വച്ച് പുലർത്തിയ സാഹചര്യമുണ്ട്. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായില്ല. ഈ സമയം പ്രതീക്ഷിച്ച വേഗത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചില്ല എന്നതും വാസ്തവമാണ്.
അത് നിങ്ങളെ വളരെയധികം വിഷമങ്ങൾ നൽകിയ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ ശരിയായ സമയത്ത് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതായത് ഒരിക്കലും നിങ്ങളെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. വളരെ നല്ല മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വേദന, വിഷമം നിങ്ങൾ മൂലം ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. തങ്ങൾ വേദനിച്ചാലും മറ്റുള്ളവർ വേദനിക്കരുത്, അവരെ സന്തോഷിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും മുറിവേൽക്കാറുണ്ട്. മുറിവേൽക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിൽ ഏൽക്കുന്നതായ മുറിവുകളാണ്. അത് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാലാകാം. എന്നാൽ അവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുകയാണ് പതിവ്. അവർ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ പലപ്പോഴും മുഖവിലക്കെടുക്കാറില്ല, വില നൽകുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നിരുന്നാൽ പോലും അവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് ആരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരുണ്ട് എന്ന ചിന്ത പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കുടുംബം, സൗഹൃദം, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒളിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ആത്മാർത്ഥമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പഴയ പല കാര്യങ്ങളും ഓർമ്മയിൽ നിന്നും കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. ദുഃഖങ്ങൾ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ കൂടി വിഷമിക്കുന്നത് എന്തിനാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും യഥാർത്ഥമായ സാഹചര്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാരങ്ങൾ, നിങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നതായ ഭാരങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ചില ഭാരങ്ങൾ അത് കുറയുവാൻ പോകുന്നു. അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. പലപ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്നില്ല എങ്കിൽ പോലും പല കാര്യങ്ങളുടെയും ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളുടെയും പ്രാധാന്യം നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണകരമായി തീരാം. ഈ സമയം ഉയർച്ച താഴ്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ഇല്ലാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട്. ഈ സമയം ചില വരുമാന മാർഗങ്ങൾ, പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. മനസ്സ് നിറയെ വിഷമങ്ങളുണ്ട് എങ്കിലും അതിൽ ചിലതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് ആത്മവിശ്വാസമാണ് എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്.
പല കാര്യങ്ങളിലും ഒരു ഭയം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രമങ്ങൾ എന്താകും എന്നൊരു ആശങ്കയും നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബലപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ആസന്നമായിരിക്കുന്ന പല പരാജയങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളും വീണ്ടും പരിഗണിക്കേണ്ട, പുനർവിചിന്തനം നടത്തി ചില കാര്യങ്ങളിൽ തീരുമാനങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ട സാഹചര്യങ്ങൾ ആകാം കടന്നു വരിക എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം സമാധാനം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സിദ്ധിക്കാവുന്നതാണ്. നിങ്ങൾ അനുഭവിച്ചു പോരുന്ന പല രീതിയിലുമുള്ള മാനസിക വിഷമതകൾ, സമ്മർദ്ദങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തുടരണം എന്നില്ല. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസരം, കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങൾ കടന്നു വരാം. നിങ്ങളിലേക്ക് ഒരു പുതിയ പോസിറ്റീവായ ഊർജം പ്രകടമാകുന്നു എന്നത് വാസ്തവമാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റാരോടും പറയാത്തതായ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിനു വേണ്ടിയുള്ള ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ സാഹചര്യം എല്ലാം അവസാനിച്ചു, ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നു എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാൻ സാധിക്കും. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില വ്യക്തികൾ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം തീർച്ചയായും പോസിറ്റീവായ ഊർജത്തോടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ ഭാരമുണ്ട്. പല കാര്യങ്ങളിലും ഒരു വിഷമം നിങ്ങളെ ബാധിച്ചിട്ടുമുണ്ടാകാം. പ്രതീക്ഷിച്ച കാര്യം നടക്കാത്തതിൻ്റെ നിരാശയും ഉണ്ടാകാം. എന്തുകൊണ്ട് ശരിയായും നടക്കുന്നില്ല എന്ന വിഷമതകൾ പോലും മനസ്സിലുണ്ട് എങ്കിൽ അത് മനസ്സിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടില്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തനം തുടരേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാം. പല കാര്യങ്ങൾക്കും ഒരു അവസാനം സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. മുന്നറിയിപ്പുകൾ ഇനി അവഗണിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.